ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയ ഷോപ്പിങ്ങിൻ്റെ ഒരു വീഡിയോയും പിന്നെ നോമ്പ് തുറ 2 ദിവസത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ നമ്മളൊരു വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയത്. കാരണം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 12 മണിയൊക്കെ ആവും. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പോയി എല്ലാവർക്കും ഒരുമിച്ച് ഡ്രസ്സ് എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. കാരണം ഹാസിമിനെയും കൊണ്ട് അത് നടപടിയാവില്ല. പിന്നെ ഒരു ദിവസം കൊണ്ട് എല്ലാവരുടെയും പർച്ചേസിങ്ങും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എടുക്കാനാണെങ്കിൽ ഞാൻ ഇക്കായും പിള്ളേരും, ഇക്കാക്ക് എടുക്കാനാണെങ്കിൽ ഇക്ക തന്നെ പോവും, ഹംദാനാണെങ്കിൽ ഹംദാനെ കൂട്ടിപ്പോവും, ഹാറൂനും ഹാസിമിനും ഒരു ദിവസം പോയിട്ടെടുക്കും. അന്നും ഹാസിമിനെ കൊണ്ടുപോകില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഡ്രസ്സ് എടുക്കൽ. ഹംദാൻ്റെ ഡ്രസ്സ് എടുക്കൽ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ ഇന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയേക്കണേ കേട്ടോ. അപ്പോൾ കരാമയിലേക്കാണ് പോണത്. അപ്പോൾ എനിക്ക് കുറച്ചൊരു ജ്വല്ലറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കരാമയ്ക്ക് പോവാം. പിന്നെ കരാമയിൽ ഭയങ്കര വൈബും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇപ്പോൾ റമദാനായിട്ട് റീൽസിൽ കൂടെയൊക്കെ ഇപ്പോൾ എല്ലാവരും കാണുന്നതാണല്ലോ. അപ്പോൾ അവിടെയും കൂടി ജസ്റ്റ് ഒന്ന് കണ്ട് ടച്ച് ചെയ്ത് പോരാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാർക്കിങ്ങൊക്കെ കിട്ടി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കരാമ സെൻറ്ററിൻ്റെ അകത്ത് തന്നെ ഇഷ്ടംപോലെ ജ്വല്ലറി ഷോപ്പുകളുണ്ടല്ലോ. അപ്പോൾ അവിടെ ചാച്ചൂസ് എന്നും പറഞ്ഞിട്ടൊരു അവിടെ നിന്നാണ് കേട്ടോ ഞാൻ എടുക്കാറ്. അവിടെ നിന്ന് അങ്ങനെ 2-3 സംഭവങ്ങളൊക്കെ വാങ്ങി. പിന്നെ അതേ വണ്ടിയുടെ അകത്തുള്ള ബഹളങ്ങളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഒരാൾ തല കുത്തിക്കണത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ എവിടെ നിന്ന് നോമ്പ് തുറക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ ഇവിടെ അടുത്ത് തന്നെ കോഴിക്കോട് സ്റ്റാർ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല റഷുമാണ്. മാത്രമല്ല സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പഴംപൊരി അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പിന്നെ നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ എരിഞ്ഞോളി മൂസാസ് ചായക്കട അങ്ങനെ എന്തോ പേരുള്ള ഒരു ഷോപ്പ്. അവിടെ ഇഷ്ടംപോലെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൗകര്യവും കാര്യങ്ങളൊക്കെ കുറവാണ്. പുറത്തിങ്ങനെ ഓപ്പണായിട്ട് ബെഞ്ചൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ നമുക്കവർ സെപ്പറേറ്റ് ടേബിളൊക്കെ എടുത്തു തന്നു. നമ്മൾ ചെന്നപ്പോഴത്തേനും എല്ലാവരും ഫുള്ളായി. അത് കഴിഞ്ഞ് നമ്മൾ ഇഷ്ടമുള്ള സ്നാക്സും കാര്യങ്ങളും നമ്മളിങ്ങനെ നടന്ന് സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റാണ് കേട്ടോ പേയ്മെൻറ്റൊക്കെ ചെയ്യണേ. അങ്ങനെ എടുത്ത് അവർ ടേബിളൊക്കെ ഇട്ട് തന്ന് അവിടുന്ന് നോമ്പൊക്കെ തുറന്ന് പിന്നെ നിസ്കരിക്കാനായിട്ട് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടായിരുന്നു കേട്ടോ പള്ളി. പിന്നെ ഞാൻ ആദ്യം പോയി, പിന്നെ ഒക്കെ പോയിട്ട് പിന്നെ ഞങ്ങൾ നേരെ കരാമയ്ക്ക് പോയി, മെയിൻ ഏരിയയിലേക്ക് പോയിട്ടാണ്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ IBR വുമൺ, ഇർഫ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ടല്ലോ സൽവാറിൻ്റെ. അപ്പോൾ എവിടെയെങ്കിലും കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി എന്നെ അവിടെ ഇറക്കിയിട്ടാണ്. ലേറ്റായിട്ട് എണീക്കണത് കൊണ്ടായിരിക്കും ഒരു ദിവസം ഇപ്പോൾ 24 മണിക്കൂർ ഉണ്ടോ എന്നുള്ള ഒരു സംശയമാണ് കേട്ടോ. കാരണം ഒന്നിനൊരു നേരം തികയണില്ല. ഞാൻ 2-3 ഐറ്റംസ് വാങ്ങിയപ്പോൾ തന്നെ നോമ്പ് തുറക്കാറായി. പിന്നെ നോമ്പ് തുറന്ന് നിസ്കരിച്ച് വന്നപ്പോഴത്തേനും മണി 8ആയി. അങ്ങനെ നേരമേ ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ IBR വുമണിൽ കയറി കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നോക്കി ഇക്കാനെ കാണിക്കാമെന്ന് ഓർത്ത് എടുത്ത് വെച്ചിട്ടാണ്. കുറച്ചത് സൽവാറല്ല, ഒരു മോഡേൺ ടൈപ്പ് കുറച്ച് ഡ്രസ്സുകളായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷിക്ക വന്ന് നോക്കിയപ്പോൾ ആൾക്കത്ര അങ്ങനെ അങ്ങോട്ട് പിടിച്ചില്ല. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് IBRൽ മാത്രമേ കയറുള്ളൂ. അപ്പോൾ 2-3 ഷോപ്പുകളിലും കൂടി കയറാമെന്ന് വിചാരിച്ചിട്ട് ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ഇവിടുത്തെ റഷ് തുടങ്ങിയിട്ട് അത്രയും തിരക്കാണ് പുറത്ത്. എത്ര ജനങ്ങളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ സ്പേസ് ഇല്ല കേട്ടോ. അത്രയും ആൾക്കാർ. നമ്മുടെ ആലുവ മണപ്പുറം എങ്ങനെയാണോ അതുപോലത്തെ അവസ്ഥയാണ് കേട്ടോ. അത് ഫുള്ള് മലയാളം, ഒരു മലയാളി ടച്ചാണ് കേട്ടോ എല്ലായിടത്തും. മലയാളം പാട്ട്, മാപ്പിളപ്പാട്ടൊക്കെ വെച്ചിട്ടൊരു പെരുന്നാരാവ് എങ്ങനെയാണോ ആ രീതിയിലാണ് അവിടെ എല്ലാ ദിവസവും രാത്രി. അതെന്താണെന്ന് മനസ്സിലാവണില്ല. അതേപോലെ നല്ല കച്ചവടവും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ, സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ ഇർഫയിൽ നിന്ന് തന്നെ എനിക്കൊരു കഫ്താൻ കിട്ടി. അങ്ങനെ ഞാനൊരു ചുരിദാറൊക്കെ എടുത്ത് പിന്നെ നമ്മൾ പയ്യെ അവിടെ നിന്ന് പോന്നു. അപ്പോഴത്തേനും പിള്ളേർക്ക് അതും ഇതൊക്കെ ആയിട്ട് വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഐസ്ക്രീമായിട്ടും ഒമാൻ ചിപ്സായിട്ടും അങ്ങനെ കുറേ സംഭവങ്ങൾ, നമ്മൾ കുലുക്കി സർബത്തും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ നോമ്പ് തുറന്ന് എന്തെങ്കിലും അത്യാവശ്യം സ്നാക്സ് ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കങ്ങനെ ഒന്നും ഇറങ്ങൂല കേട്ടോ. അത് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ഇതതിനും കുറച്ച് ദിവസം മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മളുടെ ഇവിടെ വാസൽ വില്ലേജിൻ്റെ തന്നെ ഒരു ഗ്രൂപ്പ്, ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ട് ഓരോ സംഭവങ്ങൾക്കും. അപ്പോൾ ഇതിൽ ഒരുപാട് സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. നമുക്ക് എന്ത് വേണമെങ്കിലും സെയിൽ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇടും. അപ്പോൾ അവിടെ ഒരു കിറ്റൺ ഉണ്ട്, 2 months ആയിട്ടുള്ളൂ. അപ്പോൾ അവർ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ പറയട്ടെ. അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ട്.
അപ്പോൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടാണ്, നല്ല രസമുണ്ട് ആളെ കാണാനായിട്ട്. പേർഷ്യനാണ്. അങ്ങനെ ഞാൻ മെസ്സേജ് ചെയ്ത്, അപ്പോൾ ഇത് അവരുടെ സിസ്റ്ററിൻ്റെ അടുത്താണ്, ഷാർജയിലാണ്. അപ്പോൾ അവിടെ നിന്ന് അവരിങ്ങോട്ട് കൊണ്ടുവന്ന് തരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഫ്രീ ആണല്ലോ, പൈസയൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ എന്തായാലും ഫ്ലാറ്റിൽ നിർത്തലും വളർത്തലും പോസിബിൾ അല്ല. കാരണം ആള് പോട്ടി ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന്, അപ്പോൾ നമുക്ക് ഇക്കാക്ക് യാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് സജ്ജയിൽ, ഷാർജയിൽ. അപ്പോൾ അവിടെ അത്യാവശ്യം സ്പേസും നോക്കാനൊരാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പൂച്ചേനെ പുറത്തിറക്കി കളിക്കാനായിട്ട് മുറ്റവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ പോലെയാണ് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ നിർത്താം. എന്നിട്ട് വല്ലപ്പോഴും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ അങ്ങനെ പൂച്ചേനെ വാങ്ങി. അപ്പോൾ ഇത് ഹാസിമിൻ്റെ ടെൻ്റാണ് കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന അന്നത്തെ വീഡിയോസാണിത്. ആൾ നല്ല വികൃതിയുമാണ്, നല്ല ഇണക്കമുള്ള ആളാണ് കേട്ടോ. 2 months ആയിട്ടുള്ളൂ. പക്ഷെ നല്ല സ്നേഹമാണ്. നമ്മൾ ആരെങ്കിലും അടുത്തില്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അപ്പോൾ കരയാൻ തുടങ്ങും. നമ്മൾ ആരെങ്കിലും കാണണം, അങ്ങനത്തെയൊക്കെ കുറേ പരിപാടികളുണ്ട്. ആൾ കളിക്കണേൻ്റെ ഇടയ്ക്ക് തന്നെ പെട്ടെന്ന് ഇറങ്ങിപ്പോട്ടെ. ഭയങ്കര ക്യൂട്ടാണ്, മാഷാഅല്ലാഹ്, നല്ല രസമാണ്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടുള്ള പേര് എന്തിടണം എന്നുള്ള ആലോചനയിലാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. അപ്പോൾ ആൾ വന്നെന്ന് തന്നെ നല്ല ഉഷാറായിട്ട് ഞങ്ങളൊക്കെ കയ്യിലെടുത്തു. അപ്പോൾ ഇത് കൊണ്ടുവന്ന ആ ഒരു ടൈമിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഹാസിമിന് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂച്ചേനെ. അപ്പോൾ തൊട്ടടുത്ത് 2 കുട്ടികളുണ്ട്, അവർക്കും പൂച്ചയുണ്ട്. അവരുടെ പൂച്ചയുടെ പേര് ഓറിയോ എന്നാണ് കേട്ടോ. അവൻ കുറച്ച് വലുതാണ്. അപ്പോൾ അവരും ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും പൂച്ചനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്ന്, പിന്നെ അവരുടെ അമ്മയ്ക്ക് കാണണമെന്ന് പറഞ്ഞിട്ട്, അവർ തമിഴ് ഫാമിലിയാണ്, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുവന്ന അന്ന് ഭയങ്കര പൊകയായിരുന്നു വീട്ടിൽ. ഇത് കുറേ ദിവസം മുമ്പുള്ളൊരു വീഡിയോ ആണ്. അങ്ങനെ വന്ന ഉടനെ തന്നെ മൂപ്പര് നമ്മളൊക്കെ കയ്യിലെടുത്തിട്ടാണ് നല്ല ഓടലും ചാടലും കളിയും, അതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോക്കും. ഭയങ്കര ക്യൂട്ടാണ്. ഹാസിമാണെങ്കിലും ആളുടെ അടുത്തുനിന്നേ മാറുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കണക്കിന് ആളെ അങ്ങനെ സജ്ജയെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ സജ്ജയിലാക്കിയിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നതാണ് കേട്ടോ. അതായത് നമ്മൾ കരാമക്ക് പോയതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അത് ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ലീവും ആണല്ലോ, ഇക്കാക്ക് അവധിയാണ്. അപ്പോൾ രാവിലെ തന്നെ ആൾ സജ്ജക്ക് പോയി കുട്ടികൾ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പൂച്ചേനെയൊക്കെ ആയിട്ട് രാവിലെ വീട്ടിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഈ കണ്ടത്. അപ്പോൾ ഹാസിമിനെ കുറേ ദിവസത്തിൽ കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഭയങ്കരമായിട്ട് പുന്നാരിച്ച് കൊണ്ടുനടക്കും കേട്ടോ. പൂച്ചേനെ ആണെങ്കിലും കിളീനെ ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഇന്ന് 2 പേർക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ എത്തിക്കാനുണ്ട് കേട്ടോ. 2 പേരും നമ്മൾ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ മാനസികമായിട്ടാണെങ്കിലും നമ്മൾ ഓക്കെ ആവണമല്ലോ. ശാരീരികമായിട്ടും മെൻ്റലി നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് കിച്ചണിൽ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റാതിരിക്കുന്ന ഒരാളുണ്ട്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്ന് നോമ്പ് തുടങ്ങി ഞാൻ ആഗ്രഹിക്കണേണ് കേട്ടോ. പക്ഷെ ഇതുവരെ നടന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ അതിന് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ തന്നെ കിച്ചണിൽ കയറി. അപ്പോൾ ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ കുറച്ച് ജീരകക്കഞ്ഞി, ആൾ പ്രഗ്നൻറ്റും കൂടിയാണ്. അപ്പോൾ ആൾക്ക് കുറച്ച് ജീരകക്കഞ്ഞി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു തോരനും, പിന്നെ ബീഫിൻ്റെ സമൂസ, കുറച്ച് പാസ്ത ഉണ്ടാക്കുക, പിന്നെ പുട്ടും ബീഫും. ഇത്രയാണ് ഞാൻ ഉദ്ദേശിച്ച മെനു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ കിച്ചണിലേക്ക് കയറി. കാരണം 2 പേർക്ക് എക്സ്ട്രാ ഫുഡ് എത്തിക്കണമല്ലോ. ഈ ഫുഡ് തന്നെ നമുക്കും കഴിക്കാം, എന്നാലും കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാക്കണമല്ലോ. അപ്പോൾ ബീഫിൻ്റെ മസാലയാണ് ആദ്യം ഉണ്ടാക്കണം കേട്ടോ. ബീഫ് നാട്ടിൽ നിന്ന് ഫ്രണ്ട് പോയി വന്നപ്പോൾ കുറച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മസാലയ്ക്ക് വേണ്ടി മാത്രം ഞാൻ കുറച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പെപ്പർ ഗരം മസാലയൊക്കെ ഇട്ട് വേവിച്ച് ബീഫും പിന്നെ സവാളയും കാര്യങ്ങളൊക്കെ വഴറ്റിയിട്ട് സമൂസയുടെ ഫില്ലിങ്, ബീഫ് വെച്ചിട്ട് സമൂസയുടെ ഫില്ലിങ്, എന്നിട്ട് ബീഫ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് അങ്ങനെ ഒരു ബീഫിൻ്റെ മസാല റെഡിയാക്കി. ഇനി ഇത് വെച്ചിട്ട് കുറച്ച് സമൂസ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ചെറിയ രീതിയിലൊരു വയറുവേദന പോലെ വന്നിട്ടാണ്. ഞാനപ്പോൾ അത്ര കാര്യമാക്കിയില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഭയങ്കരമായിട്ട് അടിവയറ് വേദനയും ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, ഛർദി ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ എന്താണ് കറക്റ്റ് റീസൺ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ തലേ ദിവസം എനിക്ക് മാത്രം അത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തലേ ദിവസം കരാമേന്നാണല്ലോ നോമ്പ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് സ്നാക്സ് കഴിച്ചതിൽ നിന്ന് എനിക്കങ്ങനെ ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. എല്ലാം നല്ല നന്നായിട്ട് തന്നെ തോന്നിയത്. പിന്നെ
അവിടുത്തെ ഏരിയയും കാര്യങ്ങളൊന്നും അത്ര എനിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി അവിടെ നിന്ന് ഫുഡ് വല്ലതും കഴിച്ചതിൻ്റെ ആണോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും വയറിന് നല്ല പണി കിട്ടി. പണി കിട്ടിയതിനേക്കാളും കൂടുതൽ വിഷമമായത് ഞാൻ എല്ലാം ഫുഡും ബീഫ് വെള്ളത്തിലിട്ടേക്കണം. പാസ്ത ഓൾറെഡി വേവിച്ച് വെച്ചു, സമൂസയ്ക്കുള്ള ബീഫിൻ്റെ മസാലയാക്കി. ഇത്രയും പണി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് ഇത്രയും പണി കിട്ടിയത്. പിന്നെ എൻ്റെ വയറുവേദന എന്ന് പറഞ്ഞാൽ ചെറിയ വയറുവേദനയല്ലായിരുന്നു, നല്ല കരയായിരുന്നു കേട്ടോ, അത്ര വയറുവേദനയായിരുന്നു. അപ്പോൾ ഇക്കാക്ക് മനസ്സിലായി ഇത് ഒരു നോർമൽ പെയിൻ അല്ല എന്നുള്ളത് മനസ്സിലായപ്പോൾ ആളങ്ങനെ പെട്ടെന്ന് പോയി മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. ആ മെഡിസിൻ കഴിച്ച് പിന്നെയും കുറച്ച് നേരം പെയിൻ ഉണ്ടായി. പിന്നെ ഞാൻ അറിയാതെ കിടന്ന് അങ്ങനെ അവിടെ ഉറങ്ങിപ്പോയിട്ടാണ്. പിന്നെ ഞാനൊരു 4 മണിയായപ്പോൾ ചാടി എണീറ്റു. അപ്പോൾ എന്തായാലും വേദന കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ഉഷാറായിട്ടുണ്ട്, ഓക്കെയാണ്. പക്ഷെ എൻ്റെ നോമ്പ് പോയി, മെഡിസിനൊക്കെ കഴിച്ചല്ലോ. അങ്ങനെ പിന്നെ ഞാൻ 4 മണിയായപ്പോൾ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പാസ്ത ഉണ്ടാക്കി തുടങ്ങിയത് അപ്പോഴാണ്. പിന്നെ ഞാൻ വിചാരിച്ചു കിച്ചണൊക്കെ ഞാൻ എങ്ങനെ വലിച്ചു വാരിയിട്ടോ അതേപോലെ തന്നെ കിടക്കണം കേട്ടോ. കിച്ചൺ കണ്ടപ്പോൾ എനിക്ക് തല കറങ്ങിയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് അടക്കി പറക്കി വൃത്തിയാക്കി വെച്ചു. പിന്നെ ഓരോരോ പണികൾ അങ്ങനെ തീർക്കാം എന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ച 2 പേർക്കും ഞാൻ മെസ്സേജ് ഇട്ടു. ഞാൻ നോമ്പ് തുറക്കണ സമയത്ത് തരാൻ പറ്റിയില്ലെങ്കിലും നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഫുഡ് എത്തിക്കും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇത് നോക്കി എന്തായാലും ഇരിക്കില്ല എന്ന് എനിക്കറിയാം, കാരണം അവർ പുറത്തൊക്കെയാണ്. വീട്ടിലുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ കുറച്ചില്ലാത്തതുകൊണ്ടാണ് അവർ ഫുഡ് വീട്ടിൽ വെക്കാത്തത് കേട്ടോ. അങ്ങനെ ഞാൻ അൽഹംദുലില്ലാ ഫിസിക്കലി സ്ട്രോങ് ആയി. അപ്പോൾ മെൻ്റലി ഞാൻ പണി തീർക്കാം, കുഴപ്പമില്ല എന്ന് ഉള്ള രീതിയിൽ അങ്ങനെ കിച്ചണിലേക്ക് കയറി. ഇപ്പോൾ പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എല്ലാം വെള്ളത്തിൽ കിടക്കുമായിരുന്നു കേട്ടോ. പിന്നെ കിച്ചണൊക്കെ ആദ്യം അങ്ങനെ അങ്ങോട്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം പാസ്ത വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബട്ടറും കുറച്ച് ഓയിലൊക്കെ ചൂടാക്കി കുറച്ച് ഗാർലിക്കും സവാളയും നന്നായിട്ട് വഴറ്റി അതിലേക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ 3 തക്കാളി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒറിഗാനോ, കുറച്ച് കുക്കിംഗ് ക്രീം, പാല് അതൊക്കെ ഒഴിച്ച് വേവിച്ച പാസ്തയൊക്കെ ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയും ചെയ്തിട്ടോ. പിന്നെ കുറച്ച് ചീസും ലാസ്റ്റ് കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടോ. അങ്ങനെ പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീഫ് സമൂസ ഇന്ന് ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മസാല ഞാൻ മാറ്റി നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറായിട്ടിരിക്കുമല്ലോ. പിന്നെ കുറച്ച് ബീഫ് എടുത്തിട്ടാണല്ലോ സമൂസയ്ക്ക് വേണ്ടിയിട്ട് എടുത്തത്. ബാക്കി ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് അതും വെള്ളത്തിൽ കിടക്കുമായിരുന്നു. പിന്നെ അത് നല്ലവണ്ണം കഴുകി വെള്ളം പോകാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ടിട്ട് തിരുമ്മി വെക്കാറുണ്ട്, അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ ബീഫ് വേവിച്ച കുക്കറിലേക്ക് തന്നെ ഓൾറെഡി നേരത്തെ വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് തന്നെ ബീഫ് ഇട്ട് കൊടുത്ത് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ പച്ചമുളക് അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാസ്തയിൽ തക്കാളി കുറച്ച് കൂടുതൽ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട്. പിന്നെ അതിൻ്റെ കുത്ത് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. തക്കാളി കുറച്ച് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കണം. പിന്നെ അതിലേക്ക് പാസ്തയും ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങനെ അതും റെഡിയായി. ബീഫും വേവാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോഴത്തേലും നോമ്പ് തുറക്കണ ടൈമൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് നോമ്പില്ലല്ലോ, പിന്നെ ഇവർക്ക് ഫുഡ് സ്നാക്സ് കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല, റെഡി ആവേയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ താഴെ തന്നെ 2-3 റെസ്റ്റോറൻറ്റുകളുണ്ട്. പിന്നെ അവിടെ ബുഫയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റമദാനായിട്ട്. പിന്നെ നമ്മുടെ പള്ളിയിലും നോമ്പോറ ബിരിയാണി കാര്യങ്ങളൊക്കെ കിട്ടും. എന്നാൽ ഇക്കായും ഇതുവരെ അങ്ങനെ പള്ളിയിൽ പോയി നോമ്പ് തുറക്കേണ്ട പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കായും ഹംദാനും ആറോനും കൂടി പള്ളിയിൽ പോയി നോമ്പ് തുറക്കുക, അപ്പോഴത്തേനും എനിക്കിതൊക്കെ സെറ്റാക്കാനും പറ്റും. അപ്പോൾ എനിക്ക് നോമ്പുമില്ലല്ലോ. അപ്പോൾ അവർ അങ്ങനെ പുറത്തു പോയാണ് കേട്ടോ അന്ന് നോമ്പ് തുറന്നത്. അപ്പോൾ മെയിൻ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോഴത്തേനും ആവുമല്ലോ, അപ്പോൾ അത് ഇവിടെ നിന്ന് കഴിക്കാമെന്നും പറഞ്ഞിട്ട് അവരങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ ബീഫും പാസ്ത ആയപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു അപ്പോഴത്തേനും ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട്, ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് നിസ്കരിച്ചൊക്കെ വന്നിട്ട് അടുത്ത പണിയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഒന്ന് ബോഡി ഒന്ന് ശരിയാവും. ചെറിയ രീതിയിൽ വയറിടക്കിടയ്ക്ക് പെയിൻ വരുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാൻ വിചാരിച്ചു എന്തായാലും ഇറങ്ങിയ പണിക്ക് പുറകോട്ടില്ല എന്ന് തന്നെ വിചാരിച്ചു, കാരണം എല്ലാം പകുതി വഴിക്ക് നിർത്തിയതായിരുന്നല്ലോ. അങ്ങനെ ഞാൻ നോമ്പില്ലെങ്കിലും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഒരു മെഡിസിൻ കഴിച്ചു എന്നല്ലേ ഉള്ളൂ. അങ്ങനെ കുറച്ച് വാട്ടർ മെലണും മുന്തിരി, ഒരു ഗ്ലാസ് ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് പാസ്ത എടുത്ത്, പാസ്ത ഒന്നും കഴിക്കാനുള്ള വയറായിട്ടില്ല, എന്നാലും നോമ്പ് ഇല്ലെങ്കിലും ഒന്നും കഴിക്കാത്തതിൻ്റെ ആ ഒരു വിശപ്പുണ്ടല്ലോ,
അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ എടുത്ത് ഞാൻ ചെറിയ രീതിയിൽ ഞാനും ബാങ്ക് കൊടുത്തപ്പോൾ അവിടെ പോയിരുന്ന് അങ്ങനെ കഴിച്ചു. അങ്ങനെ ഇവർ നോമ്പ് തുറന്ന് മഗ്‌രിബ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പിള്ളേർ ഓടിയാണ് കേട്ടോ വീട്ടിലേക്ക് വരുന്നത്. കാരണം പൂച്ച ഇവിടെ ഉണ്ട്, പൂച്ചേനെ രാത്രി തിരിച്ച് കൊണ്ടുവന്നാക്കുകയും വേണമല്ലോ. അപ്പോൾ ഇതിൻ്റെ അടുത്തുനിന്ന് പോകാനായിട്ട് ഇവർക്ക് തീരെ ഇഷ്ടമല്ല. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഇവർ സത്യം പറഞ്ഞാൽ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇറങ്ങണ സമയത്താണ് ഇട്ടൊക്കെ വന്നത്. അപ്പോൾ ഇവർ ആണെങ്കിൽ മദ്രസയിലും പോകില്ല, പൂച്ച വന്നേക്കണോണ്ട്. പിന്നെ റെഡിയായി ഇറങ്ങിയതുകൊണ്ട് ഞങ്ങളങ്ങനെ ഓടിച്ച് വിട്ടതാണ് കേട്ടോ. മദ്രസയിൽ പോകാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഇത് ഞാൻ നോമ്പ് തുറന്നപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഇവർ പള്ളിയിൽ നിന്ന് വന്ന് പൂച്ചേനെയായിട്ട് വേറെ കളിയാണ് കേട്ടോ. അവൻ ബോളൊക്കെ ഇട്ട് നന്നായിട്ട് കളിക്കും. പിള്ളേരായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ, നല്ല കളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പുട്ട് റെഡിയാക്കി, ജീരകക്കഞ്ഞി ഉണ്ടാക്കി എല്ലാം പാക്ക് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഡിസ്പോസിബിളിൻ്റെ കുറച്ച് പാത്രങ്ങൾ എന്തായാലും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരെണ്ണത്തിൽ പുട്ട് 2 പേർക്കായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഒരാൾ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി തന്നെയുള്ളതാണ്, ഒരാൾ പുറത്തുമാണ്. അപ്പോൾ അങ്ങനെ പുട്ട്, പിന്നെ കുറച്ച് ബീഫ്, പിന്നെ ജീരകക്കഞ്ഞി, പിന്നെ തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബീൻസ് കട്ട് ചെയ്തു. പക്ഷെ ഇത് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ തന്നെയായിട്ട് അങ്ങനെ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം റെഡിയാക്കി ഞാൻ ഹാസിമായിട്ട് ഇറങ്ങിയിട്ടാണ്. ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ അവൾക്ക് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തേട്ടാ. സത്യം പറഞ്ഞാൽ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരുപാട് സന്തോഷം തോന്നിയിട്ട്. ഞാൻ അത്രയും വയ്യാതെ ഇരിക്കുകയായിരുന്നെങ്കിലും നമ്മൾ ആ വിചാരിച്ച കാര്യം അങ്ങനെ ഫിനിഷ് ചെയ്യാനും കൊടുക്കാനും ഒക്കെ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ പാസ്തയും കാര്യങ്ങളൊക്കെ ഓൾറെഡി നേരത്തെ ഉണ്ടാക്കിയതുകൊണ്ട് അതും ബീഫൊക്കെ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി ഞാൻ ഓവനിൽ വെച്ച് ഒന്നും കൂടി ചൂടാക്കിയിട്ടാണ് കേട്ടോ പാക്ക് ചെയ്തത്. ബീഫിന് ഭയങ്കര വേവായിരുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫായതുകൊണ്ട് ഞാൻ നോർമലി വേവുന്ന രീതിയിൽ ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒട്ടും വെന്തിട്ടില്ല. പിന്നെ രണ്ടാമതും ഞാൻ വിസിലടുപ്പിച്ച് വന്നിട്ടും വെന്തിട്ടില്ല. പിന്നെ മൂന്നാമതാണ് സംഭവം നല്ല സെറ്റായിട്ട് വന്നേട്ടാ. ഭയങ്കര വേവുള്ള ബീഫായിരുന്നു. കാരണം ഫ്രണ്ട് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. നല്ല ബീഫായിരുന്നു കേട്ടോ, നല്ല മൂത്ത ഇറച്ചിയായിരുന്നു. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് അൽഹംദുലില്ലാ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി. അവളുടെ അടുത്ത് ഒരു അരമണിക്കൂറോളം ഇരുന്നിട്ടാണ്. കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അങ്ങനെ ഇരുന്നു. പിന്നെ ഞാനൊരു 9 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തിരിച്ചു പോന്നു. അപ്പോഴത്തേനും മിക്കായും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമതൊരാൾക്കും കൂടി കൊടുക്കണമല്ലോ. അപ്പോൾ അവൾ ഓൾറെഡി മുവൈലയിൽ ആണൊരു ഷോപ്പിലാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ എന്തായാലും പൂച്ചേനാക്കാൻ വേണ്ടിയിട്ട് സജ്ജക്ക് പോകണം, മുവൈല വഴിയാണല്ലോ പോണത്. അപ്പോൾ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോയിട്ട് കൊടുത്തിട്ട് വേഗം വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി. അപ്പോൾ എൻ്റെ നിസ്കാരമോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിനെ കൊണ്ടുപോയാക്കി ഒരു 3/4 മണിക്കൂറിനുള്ളിൽ തിരിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങണേണ് കേട്ടോ. അപ്പോൾ അവർ പൂച്ചേനെ തന്നപ്പോൾ അതിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ തന്നത്. അപ്പോൾ ഇവന്മാരത് കൈ കിട്ടിയപ്പോൾ തന്നെ ഓൾറെഡി ഒരു സൈഡൊക്കെ പൊട്ടിച്ച് പൂച്ച പുറത്ത് വരാൻ പാകത്തിന് ഉള്ള കോലത്തിലൊക്കെ ആക്കിയിട്ടുണ്ട് കൂട്. അങ്ങനെ ഞങ്ങളൊരു 10 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ട്രാഫിക് ഒരു രക്ഷയുണ്ടായിട്ടില്ല. കാരണം സൺഡേ ആണ്, അടുത്ത വീക്കെൻഡ് പെരുന്നാളും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ തിരക്കാണെന്ന് അറിയാൻ പാടില്ല. 10:45 നമ്മൾ സജ്ജയിൽ എത്തിയില്ല കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഞാൻ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ പൂച്ച നമ്മുടെ കൂട്ടിൽ നിന്നൊക്കെ ചാടി എൻ്റെ മേത്തൊക്കെ കയറി ഇരിപ്പുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ. പിന്നെ ആസിമ ബാക്കിൽ പോയിരുന്ന് ആളുടെ കൂടെ കളിക്കാനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആളങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടാ. താഴെ കിടന്നിട്ട് നല്ല ഉറക്കമായിരുന്നു. ഉറങ്ങിയപ്പോഴൊക്കെ ആസിമ ഇങ്ങനെ തടവി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ആളെ. എത്ര കുഞ്ഞാരിച്ചാലും ആൾക്ക് മതിയാവില്ല കേട്ടോ, അങ്ങനെ കൊണ്ടു കിടക്കും. അപ്പോൾ പൂച്ച നന്നായിട്ട് കളിക്കും എല്ലാവരെയും കൂടെ. പെട്ടെന്നായിരിക്കും കേട്ടോ ഉറങ്ങിപ്പോകണം. അത് കാണാനും നല്ല രസമാണ്. ആ നടക്കണ വഴിക്ക് തന്നെ ആൾ ഇരുന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോവും. ആൾ ചെറുതുമാണല്ലോ, 2 മാസമല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ സജ്ജയിലെത്തി. അപ്പോൾ അവിടെ ഓൾറെഡി അവിടെ കുറച്ച് കിളികളുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ആ ഒരു കിളിയുടെ കൂട് ഇവർ ഇങ്ങനെ ഇവന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെയാണ് ആൾ കിടക്കണതും പോട്ടിയും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെയാണ്. അപ്പോൾ ഇവൻ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ അതെല്ലാം എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് സജ്ജയിലുള്ള ആ അവർ താമസിക്കുന്ന ആ ഒരു ഏരിയയാണ് കേട്ടോ. കിച്ചണും കാര്യങ്ങളും ഉണ്ട്. കിച്ചണിൻ്റെ ബാക്ക് വശത്തായിട്ട് തന്നെയാണ് കൂട്. അപ്പോൾ സത്യം പറയാൻ സങ്കടമായിട്ടാണ് ആക്കിയിട്ട് പോരാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് മിസ്സിങ് ആണ് അവനെ. പിന്നെ ആൾക്ക് പോണ വഴിക്ക് ആൾക്ക് ചീപ്പ് പിന്നെ വൈപ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2 മാസം ആയതുകൊണ്ട് കുളിപ്പിക്കാനൊന്നും പറ്റൂല കേട്ടോ. അപ്പം ഞാൻ കുറേ ആയി സജ്ജയിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ ഇവിടെ ഇക്കാടെ വക കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ചെടികളും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. മാഷാഅല്ലാഹ് എല്ലാത്തിലും ഫ്രൂട്ട്സും പൂക്കളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് വെണ്ടയ്ക്കയും തക്കാളിയൊക്കെയാണ് കേട്ടോ.
പിന്നെ ഇവിടുത്തെ വേപ്പ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതിൻ്റെ ഇല ഭയങ്കര സ്ട്രോങ്, വേപ്പിലാണോ എന്ന് വിചാരിക്കും. കാരണം അത്രയ്ക്ക് നല്ല തൈയായിരുന്നു കേട്ടോ. നല്ല വേപ്പില, നല്ല കട്ടിയുള്ള വേപ്പിലായിരുന്നു. പിന്നെ മത്തങ്ങ, ഷമാമ എല്ലാം ഉണ്ടായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തങ്ങ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ മത്തങ്ങയും പയറും കൂടി കറി വെക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ യാർഡ് കാര്യങ്ങളൊക്കെ. അങ്ങനെ രാത്രി ഒരു 12 മണിയൊക്കെ ആയിട്ട് അവിടുന്ന് തിരിച്ച് പോകുന്നപ്പോൾ. അപ്പോൾ കുറച്ചൊരു ലെങ്തി വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഷെയർ ചെയ്തു. ഷോപ്പിംഗ് ആണെന്ന് വെച്ചാൽ ഷോപ്പിംഗ് അല്ല, പൂച്ചയുടെ കാര്യമാണെന്ന് വെച്ചാൽ പൂച്ചയുടെ കാര്യമല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ നോമ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ പോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.